മുത്തശ്ശി, പൂ വേണോ? പൂക്കളം ഒരുക്കണ്ടേ മുത്തശ്ശിക്ക്? പൂ വേണം കുട്ടിയെ. നല്ലതാണോ? നല്ലതാ മുത്തശ്ശി. ഒരു വട്ടിക്ക് 100 രൂപ. 100 രൂപയോ? അത് ലേശം കൂടുതലല്ലേ? ഓണല്ലേ മുത്തശ്ശി? ആ, ഒരു വട്ടി എടുത്തോളൂ. ശരി മുത്തശ്ശി, ഇനി പോയിട്ട് വരാം. പൂ വേണോ? പൂവ്. പൂ വേണോ? പൂവ്. എന്തിനാ മുത്തശ്ശി ഈ പൂക്കൾ? മക്കളെ, ഇത് ഓണക്കാലമാണ്. അത്തം പത്തോണം എന്നാണ് ചൊല്ല്. എന്തിനാ മുത്തശ്ശി നമ്മൾ ഓണം ആഘോഷിക്കുന്നത്? നാം ഓണം ആഘോഷിക്കുന്നത് മഹാബലിയെ വരവേൽക്കാനാണ്. മഹാബലിയോ? അതാരാണ് മുത്തശ്ശി? ആ കഥയൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ മുത്തശ്ശി? വരൂ മക്കളെ, മുത്തശ്ശി പറഞ്ഞു തരാം. ആ കഥ മുത്തശ്ശി പറഞ്ഞു തരാം. വരൂ. നമ്മുടെ നാട് ഭരിച്ചിരുന്ന അസുര രാജാവായിരുന്നു മഹാബലിയുടെ ഭരണകാലത്ത് നാടെങ്ങും സമ്പൽ സമൃദ്ധി. തനിക്ക് 3 അടി മണ്ണ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ദയാലുവായ മഹാബലി മണ്ണ് അളന്നെടുത്തുകൊള്ളുവാൻ അനുവാദം നൽകി. ഉടനെ വാമനൻ ആകാശത്തോളം വളർന്ന് സ്വർഗവും നരകവും എല്ലാം അളന്നെടുത്തു. 3ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലെന്ന് വാമനനോട് തൻ്റെ ശിരസിൽ 3ാമത്തെ അടി അളന്നെടുത്തുകൊള്ളുവാൻ ആവശ്യപ്പെട്ട മഹാബലിയുടെ ധർമ്മിഷ്ഠതയിൽ സന്തോഷവാനായ വാമനൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തൻ്റെ പ്രജകളെ കാണുവാനുള്ള അനുവാദം നൽകിയ ശേഷം മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. അങ്ങനെയാണ് നാം എല്ലാ വർഷവും തിരുവോണ നാളിൽ മഹാബലി നമ്മെ കാണാൻ വരുമെന്ന വിശ്വാസത്തോടെ ഓണം ആഘോഷിക്കുന്നത്.